ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ ഡോക്ടറാണ്. കുട്ടികളെ വീടിലുണ്ടാവുന്ന പാരന്റ്സിന് അറിയാൻ മതിയായിരിക്കും, ഒരു പ്രാവശ്യമെങ്കിലും കട്ടിലിൽ നിന്നോ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്നോ വീഴാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല. അപ്പം പാരന്റ്സിന് എപ്പോഴും ഒരു വലിയ തലവേദനയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പലപ്പോഴും പാരന്റ്സ് ഒരുപാട് പാനിക് ആവാറുണ്ട്. അപ്പൊ നിങ്ങൾ പാനിക് ആയതുകൊണ്ട് സംഭവിച്ച കാര്യം നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം തന്നെ ഒരിക്കലും പാനിക് ആവാതിരിക്കുക. ഇപ്പൊ തറയിൽ വീണ കുഞ്ഞാണ് അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് താഴെ വീണ കുഞ്ഞാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെടുത്ത് അതിനൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുഞ്ഞിന് ആ ഒരു തലയടിച്ചിട്ടാണ് വീണതെങ്കിൽ ആ ഭാഗത്ത് വല്ല സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഐസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഐസ് അപ്ലൈ ചെയ്താലുള്ള ഗുണം ഒരു ബ്ലീഡിങ് ഒരു പരിധി വരെയൊക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാസോ കൺസ്ട്രക്ഷൻ വഴി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഐസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നന്നായി വെള്ളം കൊടുക്കുക അപ്പൊ തന്നെ. പിന്നെ ഉടനെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. നല്ല അൺകോൺഷ്യസ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക്, അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്.